പത്തരമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ചേച്ചി അനിയത്തിയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് സംഭവിച്ച കാര്യങ്ങളൊക്കെ. വിഷം ചേർത്തതും അവർ തന്നെയാണ്. ഇന്ന് എനിക്ക് തന്ന പൊടിയിൽ ജ്യൂസിൽ പൊടി കലർത്തിയതും അവർ തന്നെയാണ്. എൻ്റെ കുഞ്ഞ് നഷ്ടപ്പെട്ട് ഞാൻ കിടന്ന് കരയണത് അവൾക്ക് കാണണം. അതാണ് അവൾ ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ നയന പറയുന്നുണ്ട്, എന്തോരം ദുഷ്ടതരങ്ങൾ അവൾ വന്നതിന് ശേഷം നമ്മളോട് ചെയ്ത് കൂട്ടി. ഇതൊക്കെ ആരോടും പറഞ്ഞാൽ വിശ്വസിക്കുക ചേച്ചി എന്ന് വെച്ചപ്പോൾ തൽക്കാലം ആരോടും പറയണ്ട. അമ്മാതിരി അടിയാണ് ഞാൻ അവൾക്ക് കൊടുത്തിട്ടുള്ളത്. എന്തായാലും അവൾ നന്നാവും നോക്കാം. അവൾക്ക് സ്വത്തും പണമൊന്നും ഇല്ല നയനെ, വെറുതെ പറയുന്നതാണ്. അല്ലെങ്കിൽ നോക്കിയേ, ആ പറച്ചിൽ മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇവിടെ കേസും കൂട്ടൊന്നും ആവില്ല എന്ന് എല്ലാവർക്കും അറിയാം എന്നും പറഞ്ഞ് നീ വിഷമിക്കേണ്ട എന്ന് പറഞ്ഞ് ചേച്ചി അനിയത്തിനെ സമാധാനിപ്പിക്കുന്നൊക്കെ ഉണ്ട്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് നന്ദുവിൻ്റെ അടുത്തേക്ക് നവ്യ ചെല്ലുന്നുണ്ട്. സംഭവിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മോളെ, നീ മതിയായിരുന്നു അനിയുടെ ഭാര്യയായിട്ട് അവളുടെ സ്ഥാനത്ത്. പക്ഷേ ഞങ്ങൾ അനുഭവിക്കുന്ന വിഷമം നീയും കൂടി അനുഭവിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളത് നിന്നെ പ്രോത്സാഹിപ്പിക്കാഞ്ഞത്. ഇപ്പം മനസ്സിലായി അത് തെറ്റായിരുന്നെന്ന്. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അന്ന് ആദർശേട്ടൻ്റെ അമ്മനെ കെടുത്തിയതും അവർ തന്നെയാണ് അവർ സംസാരിക്കുന്നത് ഞാൻ കേട്ടതെന്ന് പറഞ്ഞപ്പോൾ, ലോകത്ത് ഇങ്ങനത്തെ ക്രിമിനലുകൾ ഉണ്ടാവുമോ? സാമ്പത്തികമായും ഉയർന്നതും അതുപോലെ തന്നെ സമൂഹത്തിൽ സ്ഥാനമുള്ള ഒരു മുത്തച്ഛൻ്റെ വീട്ടിലല്ലേ ഇതൊക്കെ നടക്കുന്നത്. നിങ്ങൾക്ക് അത് പോലീസിൽ കേസാവില്ല എന്നുള്ള ഉറപ്പ് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കണേന്ന് നന്ദു പറയുന്നുണ്ട്. മോള് വിഷമിക്കേണ്ട, അവൾക്ക് ഞാൻ അമ്മാതിരി അടി കൊടുത്തിട്ടുണ്ട് നല്ലതെന്ന് പറഞ്ഞു. അതുകൊണ്ടൊന്നും പോരാ ചേച്ചി, ഞാൻ അന്നും കൊടുത്തതല്ലേ എൻ്റെ ചേച്ചീനെ തട്ടിയിട്ടെന്ന് പറഞ്ഞപ്പോൾ, അതെ, നമ്മളെ വീട്ടിൽ വന്നങ്ങായിട്ടാണ് അവൾ നയനെ തള്ളിയിട്ടത്. അന്നേ ഞാൻ ഓങ്ങി വെച്ചതായിരുന്നു, ഇന്ന് അത് നടന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ്. എന്തായാലും സമാധാനപ്പെട്, അവർക്കുള്ള പണി ഞാൻ കൊടുത്തോളാം എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ആദർശ് നയന എഴുന്നേൽക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ആദർശ് അവിടെ പിടിച്ച് കെടുത്തുന്നുണ്ട്. ഒരു ദിവസം പൂജാമുറിയിൽ വിളക്ക് വയ്ക്കാൻ വൈകിയാലും കോലം വരച്ചില്ലെങ്കിലും ഇത്തിരി നേരം വൈകിയെന്നൊന്നും വിചാരിച്ചിട്ടൊന്നും സംഭവിക്കാൻ പോകില്ല. നിനക്ക് തലകറക്കമുള്ളതല്ലേ, നീ ഇവിടെ കിടക്കുന്നു പറഞ്ഞപ്പോൾ, ഞാൻ 6 മണിക്കൂറിൽ കൂടുതൽ കിടന്നിട്ടുണ്ടല്ലോ, പിന്നെ എന്താന്ന് പറയും. അമ്മ അടുക്കളയിൽ ഒറ്റയ്ക്കായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ, അമ്മ എന്തായാലും അവരെ കൊണ്ടൊക്കെ പണി ചെയ്യിപ്പിക്കും, എന്തായാലും അമ്മായിനെ കൊണ്ടോ അപ്പച്ചനെ കൊണ്ടൊക്കെ പണി ചെയ്യിപ്പിക്കും എന്ന് പറഞ്ഞേ, അതൊന്നും അമ്മയ്ക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല. നീ എന്തായാലും അടുക്കളയിൽ ചെല്ലണ്ടെന്നല്ലേ അമ്മ പറഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ, അത് അമ്മ എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നല്ല, ഞാൻ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തതിൽ എന്തെങ്കിലും സംഭവിച്ചെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാവും എന്നൊക്കെ പറയുന്നുണ്ട് ആദർശിനോട്. എന്ത് വേണമെങ്കിലും വിചാരിക്കട്ടെ, അമ്മയ്ക്ക് ഞാനൊരു ജോലിക്കാരി വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അതും തയ്യാറായില്ല. നീ ഇപ്പോൾ തൽക്കാലം നിൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കി നടന്നിട്ട് ജ്വല്ലറിയിലേക്കുള്ള ഡിസൈനുകളൊക്കെ ചെയ്യും. ഇനിയിപ്പോൾ വിഷുവിന് വരാൻ പോണേ നല്ല നല്ല ഡിസൈനുകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊരു പ്രത്യേക ഭംഗിയും മാർക്കറ്റൊക്കെ കിട്ടും. അന്ന് ഞാൻ നിൻ്റെ വില ഞാൻ മാർക്കറ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് നീ അങ്ങനെയുള്ള പണികളൊക്കെ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് ആദർശ് വീണ്ടും നയനനെ ചേർത്ത് പിടിച്ച് കിടക്കുന്നുണ്ട്. ഇപ്പോൾ ഉറക്കമില്ലാത്തത് എനിക്കല്ല നിങ്ങൾക്കാണ് എന്നും പറഞ്ഞ് നയന വീണ്ടും കളിയാക്കുന്നൊക്കെ ഉണ്ട്. ഇതിനിടയ്ക്ക് നന്ദുവിൻ്റെ കൂട്ടുകാരന്മാരും കൂടി വേണുവിൻ്റെ വീടിൻ്റെ മുന്നിൽ വന്ന് മതിൽ ചാടി കടന്ന് കോണിമ്പല്ലടിക്കുന്നുണ്ട്. കോണിമ്പല്ലടിക്കുന്ന സമയത്ത് രേവതി പറയുന്നുണ്ട്, വേണ്ട, വാതിൽ തുറക്കേണ്ട, വല്ല കള്ളന്മാരാണെങ്കിലോ എന്ന് പറഞ്ഞപ്പോൾ, ഇവിടെ ഒരു കള്ളന്മാരും വരില്ല, നീ ഒന്ന് പോ രേവതി എന്ന് പറഞ്ഞ് നിർത്താതെ ബെല്ലടിച്ചുകൊണ്ടിരുന്നപ്പോൾ വന്നും കഴിഞ്ഞിട്ട് വാതിൽ തുറക്കുന്നുണ്ട് വേണു. വാതിൽ തുറന്നിട്ട് ആരാ എന്ന് ചോദിക്കുള്ളൂ. പക്ഷേ അപ്പോഴത്തേനും ആ കൈമേലേക്ക് തന്നെ ഇരുമ്പ് പൊടി കൊണ്ട് അടി വീഴുന്നുണ്ട്. പിന്നീട് തലങ്ങും വിലങ്ങും 2 പേരും തല്ലുന്നുണ്ട്. ആരാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തിനാ അങ്ങനെ ഞങ്ങളെ ഉപദ്രവിക്കണമെന്ന് ചോദിക്കും. വേണു അടി കൊണ്ട് ചുരുണ്ട് താഴത്ത് വീഴുന്നുണ്ട്. അതുപോലെ തന്നെ രേവതിയും. ചവിട്ടി കൂട്ടിയതിന് ശേഷമാണ് നന്ദു പോകുന്നത്. പിന്നെ അവരുടെ കരച്ചിൽ മാത്രമായിരിക്കും കേൾക്കുന്നത്. പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ ജാനകി അടുക്കളയിൽ നവ്യനെയും അതുപോലെ തന്നെ നയനനെയൊക്കെ ബ്രാവിക്കൊണ്ട് പണിയെടുത്തുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ദേവയാനി അങ്ങോട്ട് വരുന്നുണ്ട്. ദേവയാനി വരുമ്പോൾ, ചേച്ചി ഏട്ടത്തി വന്നോ, അവളിപ്പോൾ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നതോടെ അവൾക്ക് വലിയ അഹങ്കാരമായി. അവൾ അടുക്കളയിൽ കയറുന്നില്ലല്ലോ, ഒരു പണി എടുക്കണില്ല എന്ന് പറഞ്ഞപ്പോൾ, എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് അവളോട് പണിയൊന്നും എടുക്കണ്ടാന്ന്. കാരണം അവൾ പണിയെടുത്തിട്ടുണ്ടെങ്കിൽ, ഭക്ഷണം എന്തെങ്കിലും പാചകം ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് കഴിക്കാൻ പേടീന്. പിന്നെ നമ്മൾ ഉണ്ടല്ലോ ഇവിടെ, നമുക്ക് ചെയ്യാവുന്നതുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ, എന്ന് കരുതി അവളുമാർക്ക് നമ്മൾ ഭക്ഷണം വെച്ച് കൊടുക്കണോ? എന്നാൽ അവളുമാർക്കുള്ള ഭക്ഷണം അവർ വെക്കട്ടെ എന്ന് പറയും. അത് ശരിയാവില്ല. ഒരു വീട്ടിൽ നമ്മൾ ഭക്ഷണം വയ്ക്കുമ്പോൾ അവർക്ക് കൊടുക്കാണ്ട് പറ്റില്ല. ഏട്ടത്തേക്ക് ഇത് എന്ത് പറ്റിയെന്ന് ചോദിക്കും. എന്നോടൊരു യോഗി പറഞ്ഞു അവളെ സ്നേഹിക്കണം, സ്നേഹിക്കുന്ന പോലെ അഭിനയിക്കുകയെങ്കിലും ചെയ്യണം, അവളെ കൊണ്ട് ജോലിയും ചെയ്യിപ്പിക്കരുത്, അവൾ മനസ്സിനൊന്ന് പ്രാപിയിട്ടുണ്ടെങ്കിൽ തട്ടുന്ന്, അതുകൊണ്ടാണ് എനിക്ക് ഈ അപകടമൊക്കെ പറ്റിയത്, ഈ വീട്ടിൽ എന്തെല്ലാം കാര്യങ്ങൾ നടന്ന്, അതൊക്കെ ഇത് കാരണം കൊണ്ടായിരിക്കും എന്ന് പറഞ്ഞ് അങ്ങനെ ജാനകി ദേഷ്യപ്പെട്ട് പാചകം ചെയ്യണം. ഒരു വിധി, ചേച്ചിക്കും അനിയത്തിക്കും ഭക്ഷണം വെച്ച് കൊടുക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ദേഷ്യപ്പെടുന്നു. ആ സമയത്ത് ഓടി വരുന്നുണ്ട് അനാമിക. അച്ഛനെയും ഇന്നലെ രാത്രി ആരോ വീട്ടിൽ കയറി തല്ലിയെന്ന്, അവരിപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇപ്പോൾ വന്നോളൂ എന്ന് പറഞ്ഞപ്പോൾ, അയ്യോ എന്നാൽ മോളെ അനിയനെയും കൊണ്ട് വേഗം പൊക്കോ, അമ്മ കുറച്ച് കഴിഞ്ഞിട്ട് വരാമെന്ന് പറയും. ശരി അമ്മേ. അല്ല മോളെ, ആരാണ് നിൻ്റെ അമ്മയ്ക്ക് ആരെങ്കിലും ശത്രുക്കളൊക്കെ ഉണ്ടോ അച്ഛനെന്ന് ചോദിക്കും ദേവയാനി. എൻ്റെ അച്ഛനും അമ്മയ്ക്കും ആകെ ഒരു ശത്രു ഉള്ളത് വല്യമ്മരെ മരുമക്കളാണെന്ന് പറയും, അവരുടെ വീട്ടുകാരെന്ന് പറഞ്ഞപ്പോൾ.
അത് ശരിയാണ്. അവൾക്ക് ശത്രുത ഉണ്ടാവും. അവൾക്ക് ഈ വീട്ടിൽ കയറിക്കൂടാൻ പറ്റില്ലല്ലോ. അതിൻ്റെ ദേഷ്യമാവുള്ളൂ എന്ന് പറഞ്ഞു. അവൾ തന്നെയാവും ഇതെന്ന് പറഞ്ഞപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അറിയാത്ത കാര്യങ്ങൾ നമ്മളൊന്നും പറയരുത്. അതുകൊണ്ട് അങ്ങനെയൊന്നും ചിന്തിക്കുക പോലും ചെയ്യരുതെന്ന് പറയും. എന്നിട്ട് അനാമിക അവിടെ നിന്ന് ദേഷ്യത്തോടെ പോകും. എന്നിട്ട് ഇങ്ങനെ മനസ്സിലാലോചിക്കുന്നുണ്ട്, എൻ്റെ മരുമകൾ ഈ വീടിന് പറ്റിയ മരുമകൾ തന്നെയുണ്ട്. എൻ്റെ മരുമകൾ ഈ വീടിനെ ചേർത്ത് പിടിക്കുന്ന ഒരു മരുമകളാണ്. അതൊന്നും ഇപ്പം നിൻ്റെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട എന്ന് ദേവയാനി ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് അനീനെയും അനാമികയും കൂടി അച്ഛനെയും അമ്മനെയും കാണാൻ ചെല്ലുന്നുണ്ട്. അനീൻ്റെ മുഖത്താണെങ്കിൽ സന്തോഷം ചിരിയൊക്കെ ഇങ്ങനെ സഹിക്കാൻ പറ്റാത്ത രീതിയിലാണ് കാണിക്കുന്നത്. ആരാണ് അച്ഛനെയും അമ്മനെ ഇതുപോലെ ചെയ്തതെന്ന് അച്ഛനും അമ്മയ്ക്ക് മനസ്സിലായില്ലേന്ന് ചോദിക്കുമ്പോൾ രണ്ടാണും ഒരു പെണ്ണുമായിരുന്നു. ആണുങ്ങളെക്കാളും ശക്തി പെണ്ണിനായിരുന്നു. അപ്പം പിന്നെ സംശയിക്കേണ്ട, അവളുമാർ തന്നെയായിരിക്കും, അവളായിരിക്കും എന്ന് പറയുന്നത്. അവളോ ഏത് അവരങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് അനി പറയും. ഓ അതൊന്നും നിനക്ക് ഇത്ര ഉറപ്പ് എന്ന് ചോദിക്കും. അത് അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അവർ രാത്രിയൊന്നും വന്ന് ചെയ്യില്ല. അവർ നേരെ പകൽ തന്നെ ചെയ്യുള്ളൂ. അവർക്ക് അതിനുള്ള ധൈര്യമുള്ളവരാണ് അവരെന്ന് പറയും. അവരെ കൂടെ ഏറെ കാലം ഞാനും ഉണ്ടായതല്ലേ, എനിക്കറിയാം അവരെക്കുറിച്ചെന്ന് പറയും. ആ എന്നാൽ പിന്നെ അച്ഛനും അമ്മയ്ക്കും വേറെ വല്ല ശത്രുക്കളുണ്ടോ എന്ന് ചോദിക്കും. ആ ശത്രുക്കളുണ്ട് എന്ന് പറയും. ആ എന്നാൽ പിന്നെ അവർ തന്നെ ആയിരിക്കും. എന്നാൽ പിന്നെ നിൻ്റെ ഏട്ടത്തിമാരും അവളുടെ അനിയത്തിയും തന്നെയാണ്, എനിക്ക് അവർ മാത്രം ശത്രുക്കളുള്ളൂ എന്ന് പറയും. എന്തായാലും പോലീസിൽ കേസ് കൊടുത്തിട്ടുണ്ടല്ലോ, അത് നന്നായി. ഇനി പോലീസുകാർ അന്വേഷിക്കട്ടെ എന്ന് പറയുന്നുണ്ട് നമ്മുടെ രേവതി. ആ സമയത്ത് അനി പറയും, ആ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഞാൻ അവരെ അന്വേഷിക്കട്ടെ എന്നും പറഞ്ഞു. എന്നാൽ പിന്നെ നീ ഇവിടേക്ക് ഞാൻ പോകണമെന്ന് പറഞ്ഞ് അനി പോകും. എന്നിട്ട് പറയുന്നുണ്ട്, ഇന്നലെ തല്ലിയ കൂട്ടത്തിൽ ആ പോയവനുണ്ടെന്ന് തോന്നുന്നുണ്ടെന്ന് അനാമികയോട് പറയുമ്പോൾ, അവൻ എന്തായാലും ഇന്നലെ തല്ലിയ കൂട്ടത്തിൽ ഉണ്ടാവാൻ വഴിയില്ല, അവൻ ഇന്നലെ രാത്രി മുഴുവൻ അവിടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയും. എന്നാൽ പിന്നെ അവൾ തന്നെ ആയിരിക്കുള്ളൂ എന്ന് പറഞ്ഞ്, എന്തിനാ അമ്മ കേസ് കൊടുത്തത്, കേസ് പിൻവലിക്കായിരുന്നില്ലെന്ന് ചോദിച്ചു. അതെന്താ മോളെ, കേസ് കൊടുക്കുന്നത് നല്ലതല്ലേ? കേസ് കൊടുക്കണ്ട, കേസ് വേണ്ടാന്ന് വിളിച്ച് പറയുന്നു. ഇപ്പോൾ പോലീസിലൊന്നും പോയി പരാതി പറഞ്ഞിട്ടില്ല, അവിടെ വന്ന എൻ്റെ ഒരു സുഹൃത്തിനോട് വിവരം പറഞ്ഞെന്നുള്ളൂ. എന്നാൽ വിളിച്ച് കേസില്ലാന്ന് വേഗം വിളിച്ച് പറ. പോലീസ് കേസൊക്കെ ആയിട്ടുണ്ടെങ്കിലേ ഇത് പ്രശ്നം വേറെയാണ് അച്ഛാന്ന് പറയും. എന്ന് വെച്ചാൽ അച്ഛനാണ് ഞാനും അമ്മയ്ക്കിന് പാലിൽ വിഷം ചേർത്തേന്ന് അവളുമാർ വ്യക്തമായിട്ട് അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പകരമാണ് ഇപ്പോൾ ഇന്നലെ അച്ഛനും അമ്മയ്ക്കും കിട്ടിയ അടി. ഇനി കേസും കൂട്ടായി അവളെങ്ങാനും പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള സത്യങ്ങൾ മുഴുവൻ എല്ലാവരും അവൾ വിളിച്ച് പറയും. അങ്ങനെ എല്ലാവരും അറിയും. അപ്പോൾ പിന്നെ ഞാൻ എന്നേക്കായിട്ട് ആ വീടിൻ്റെ പടി ഇറങ്ങേണ്ടി വരും എന്ന് പറഞ്ഞു. പിന്നെ ഇപ്പം അങ്ങോട്ട് കല്യാണം കഴിച്ചിട്ട് കൊടുത്തിട്ട് ഒന്നൊട്ട് കിട്ടിയില്ല, അടിയും ഇടിയും തൊഴിയും മാത്രം ബാക്കിയായല്ലേ ഈശ്വരാന്നും പറഞ്ഞ് വേണു തലയിൽ കൈ വെച്ചിരിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നന്ദും കൂട്ടുകാരും കൂടെ റെസ്റ്റോറൻറ്റിൽ ജ്യൂസൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുന്നു. എടാ അവർ പോലീസ് കേസ് എങ്ങാനും ആക്കുമോയെന്ന് ചോദിക്കും. ആക്കണമെങ്കിൽ ആക്കട്ടെ, ആദർശേട്ടൻ്റെ അമ്മനെ അതുമാതിരിയല്ല അവർ ഹോസ്പിറ്റലിലാക്കിയത്, അപ്പം നമുക്ക് അതും കുത്തിപ്പോക്കാന്ന് പറയും. വരുന്നിടത്ത് വെച്ച് കാണാം എന്നും പറഞ്ഞ് നന്ദു ഇങ്ങനെ ഇരിക്കും. ആ സമയത്ത് അനി അങ്ങോട്ട് വരുന്നുണ്ട്. വരുന്നുണ്ടെങ്കിൽ നിൻ്റെ കാമുകൻ എന്ന് പറയും. എടാ അനാവശ്യം പറയില്ലേന്ന് നന്ദുവും പറയും. എന്നിട്ട് അനി ചിരിച്ചു കൊണ്ട് വന്നിട്ട് പറയും, കൺഗ്രാറ്റ്സ് എന്നൊക്കെ പറഞ്ഞ് കൂട്ടുകാരന്മാർക്കൊക്കെ കൈ കൊടുക്കുന്നുണ്ട്. കൂട്ടത്തിൽ നന്ദു, എന്താടാ, അല്ല എൻ്റെ അമ്മായിച്ചനെയും അമ്മായിമ്മനെയും ഇന്നലെ ഒരു കൂട്ടർ തല്ലിച്ചതച്ചു എന്ന് പറഞ്ഞ്, അതിനാണ് നന്ദി. അതിന് ഞങ്ങൾക്ക് എന്തിനാ നന്ദി പറയണേന്ന് ചോദിക്കും. അത് പിന്നെ രണ്ടാണും ഒരു പെണ്ണുമായിരുന്നു എന്ന് അവർ വ്യക്തമായിട്ട് പറഞ്ഞു. അപ്പോൾ അതാരെന്ന് എനിക്കറിയാലോ എന്ന് പറഞ്ഞ് അനി പുഞ്ചിരിച്ച്. എനിക്ക് സന്തോഷം അടക്കാൻ പറ്റുന്നില്ല. അങ്ങനെ നന്ദു ഇങ്ങനെ ആകെ അന്തം വിട്ട് അനിനെ നോക്കി നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.